ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വീണ്ടും ഒരു വൈശാഖ മഹോത്സവം കൂടി വന്നെത്തിയിരിക്കുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ആദ്യത്തെ പ്രധാന ചടങ്ങായ നെയ്യാട്ടത്തിനായി വല്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത് വ്രതക്കാർ നെയ് നിറച്ച് കലശപാത്രവും നെയ്ക്കിണ്ടികളുമായി നെടുമ്പം കുറ്റിപ്പുറം ശിവക്ഷേത്രത്തിൽ നിന്നും യാത്ര തിരിച്ചു. ഇരുവനാട് വില്ലിപ്പാലൻ വലിയ കുറുപ്പായ ഗോപിക്കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിവിധ മഠങ്ങളിൽ നിന്നായി 120ഓളം വ്രതക്കാരാണ് നെയ്യ് നിറച്ച കലശപാത്രവും നെയ്ക്കിണ്ടികളും തലയിലേന്തി ഓംകാരമന്ത്രം ഉരുവിട്ട് കാൽനടയായി കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെട്ടത്. ആദ്യ ദിവസം എടയാറ്റിലും രണ്ടാം ദിവസം മണത്തണയിലും തങ്ങുന്ന നെയ്യാമൃത വ്രതക്കാർ ജൂൺ 8 ഉച്ചയോടെ കൊട്ടിയൂരിലെത്തും. വൈകുന്നേരം ഇക്കരെ കൊട്ടിയൂരിലെത്തുന്ന വാൾവരവിന് ശേഷമാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുക. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് കൊട്ടിയൂരപ്പന്റെ അനുഗ്രഹം തേടി ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. നീരെഴുന്നള്ളത്ത് മുതലാണ് വൈശാഖ മഹോത്സവത്തിന് കൊടിയേറുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ഥാനികരും അടിയന്തരക്കാരും പ്രവേശിക്കുന്നത് നീരെഴുന്നള്ളത്തിനാണ്. തുടർന്ന് ജൂൺ 8 നെയ്യാട്ടോടെയാണ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ തുടങ്ങുക.